വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ആള് നിങ്ങളെ വിട്ടു പോകുന്നത്. പക്ഷെ എന്ത് റീസൺ ആയിരിക്കോട്ടെ, അത് അറിഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒന്നും വരാൻ പോകുന്നില്ല. നമുക്കുണ്ടായ ഹേർട്ട് ഈസ് ഹേർട്ട്. ആ ഹേർട്ടിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും പറയുന്ന കേൾക്കാം, ഇപ്പൊ ഇങ്ങനെയാണ് എല്ലാ റിലേഷൻഷിപ്പും എങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രണയിക്കുക? നമുക്ക് പ്രണയിക്കാൻ പറ്റുമോ? നമുക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രണയിക്കാം, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിശ്വസിക്കാം, അല്ലെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടായാൽ മതി. ഇപ്പൊ ചെറിയൊരു ഇതായിട്ട് പറയും, ഒരു പക്ഷി വന്നിട്ട് ഒരു കൊമ്പിന്റെ മുകളിൽ ഇരിക്കുന്നത് ആ കൊമ്പ് മുറിഞ്ഞു പോയാലും അവർക്ക് പറക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ്. അപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തായാലും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഓക്കെ അല്ലെങ്കിൽ അത് കളഞ്ഞു വരാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് എല്ലാ മനുഷ്യർക്കും വേണ്ടത്. അതുണ്ടെങ്കിൽ ഒരിക്കലും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. വേദനിച്ചുകൊണ്ട് ഒരാളും ഒരു റിലേഷൻഷിപ്പിലും നിൽക്കില്ല. നമുക്ക് നമ്മളടുത്ത് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ ഹേർട്ട് ചെയ്യാൻ നമ്മൾ വേറൊരാൾ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം മൈൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രണയത്തിലാണെങ്കിലും മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുന്നതിലാണെങ്കിലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല.